അവൾക്കൊപ്പം എന്ന് പറയുമ്പോൾ ചിലർ വന്ന് നന്നായിട്ട് പുച്ഛിക്കുന്നുണ്ട്. അത് കമന്റ് സെക്ഷനിലൂടെയും പേഴ്സണൽ മെസ്സേജിലൂടെയും. അവരോടൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ എന്തുകൊണ്ടാണ് അവളെ പുച്ഛിക്കുന്നത്? ഇതിൽ ചിലർ കുറ്റവിമുക്തരായിട്ടുണ്ടെങ്കിലും ബാക്കി 6 പേരും കുറ്റം ചെയ്തുകൊണ്ടാണ് അവർക്കെതിരെ കോടതി നിയമ നടപടികൾ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കുറ്റവിമുക്തർ എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ഗൂഢാലോചനയ്ക്ക് വ്യക്തമായ തെളിവില്ല എന്നും പറഞ്ഞിട്ടാണ്. ഇതിൽ എന്തായാലും ഒരു കാര്യം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. പണവും സ്വാധീനവും ഒക്കെ ഇവിടെ ഉണ്ടെങ്കിൽ എന്ത് നടക്കും ഈ നാട്ടില്? അതുപോലെ തന്നെ ഒന്ന് ചോദിക്കട്ടെ, ഈ പൾസർ സുനിക്ക് നടിയോട് മുൻവാരികം വല്ലതും ഉണ്ടായിരുന്നു? ഇനി ഉണ്ടാകാൻ വല്ല കാരണവും ഉണ്ടായിരുന്നു? വളരെ അടുത്ത പരിചയം വല്ലതും? പിന്നെ എന്തിനു കൊട്ടേഷൻ കൊടുത്തു? ആര് കൊട്ടേഷൻ കൊടുത്തു? കൊട്ടേഷൻ വന്നത് എന്തിന്, ആര് വഴി, എന്താണ് മോട്ടീവ് എന്നതിനൊന്നും ഉത്തരവില്ല. കുറ്റക്കാരെ ശിക്ഷിച്ചു. വാസ്തവത്തിൽ അടിസ്ഥാന കാരണമില്ലാതെ ഒരു വിധി, ഒരു വ്യക്തമായ ഒരു റീസൺ പോലും ഇല്ലാതെ ഒരു റേപ്പ് നടന്നിരിക്കുന്നു. പക്ഷെ അതിന് വ്യക്തമായ ഒരു മോട്ടീവ് ഇല്ല. നിങ്ങളൊന്നും അവളെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും വേണ്ടില്ല, പക്ഷെ അവളെ പുച്ഛിക്കാതിരിക്കുക. ആ നടി ആ ദിവസം അനുഭവിച്ച മെന്റൽ ട്രോമ, വേദന എന്തൊക്കെയെന്ന് എനിക്കൊന്നും പറയാൻ കൂടി സാധിക്കുന്നില്ല. ഈ അതിജീവിത നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു പെണ്ണായിരുന്നെങ്കിൽ ഒരിക്കലും നിങ്ങളൊന്നും ഇങ്ങനെയൊന്നും പെരുമാറില്ലായിരുന്നു. അത് ഉറപ്പുള്ള ഒരു സത്യമാണ്. കാരണം ഒരു മനസ്സാക്ഷി, ഒരു മനുഷ്യത്വമുള്ള ഒരാൾക്കും ഇങ്ങനെയൊന്നും കമന്റ് സെക്ഷനിലൂടെയും ഒരു പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാനും ഒന്നും സാധിക്കത്തില്ല. നിങ്ങൾക്കൊന്നും ഒരു മനുഷ്യനുള്ള ഒരു ഹ്യൂമാനിറ്റിയെ പറ്റി, ഒരു എമ്പതിയെ പറ്റിയൊന്നും നിങ്ങൾക്ക് ഒരു ബോധവുമില്ല. എങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ ആ സ്ത്രീ എങ്ങനെ ക്രൂശിക്കാൻ പറ്റും? അതുപോലെ തന്നെ ചിലരൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ നടിക്കൊപ്പമല്ല, അതായത് അവൾക്കൊപ്പമല്ല, നിങ്ങൾ അവനെതിരാണെന്ന്. ഒരു കാര്യം പറയട്ടെ, എന്തിനാ ഞങ്ങൾ അവനെതിരെ നിൽക്കുന്നത്? ഞങ്ങൾക്കും ഇഷ്ടപ്പെട്ട ഒരു പ്രിയ താരം തന്നെയായിരുന്നു. അവളെക്കാളും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പ്രിയ താരം തന്നെ. ആ താരം തെറ്റ് ചെയ്ത് ആരെയാണോ അവർ ശിക്ഷിക്കപ്പെടണമെന്നേ പറയത്തുള്ളൂ.